ചങ്ങനാശ്ശേരി അതിരൂപതാ വൈദികൻ ഫാദർ ഗ്രിഗരി ഓണംകുളത്തിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഒന്നാകെ വിലപിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായരും എല്ലാവരും ഒന്നടങ്കം വിലപിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോവുക. ഗ്രിഗരി ഓണംകുളത്തിൻ്റെ ആകസ്മികമായ നിര്യാണം, പെട്ടെന്ന് ഒരു അസുഖമുണ്ടാകുകയും അദ്ദേഹത്തെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വൈദികൻ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം ജീവകാരുണ്യത്തിൻ്റെ രാജകുമാരനായതുകൊണ്ടാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തെ ജനകീയമാക്കിയ ഒരു നല്ല പുരോഹിതനായിരുന്നു ഫാദർ ഗ്രിഗരി ഓണംകുളം. അദ്ദേഹം 14 വർഷക്കാലം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിരുന്നു. ആ 14 വർഷക്കാലം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിനെ ജനകീയമാക്കുവാനുള്ള ധാരാളം കർമ്മ പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കുകയുണ്ടായി. പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യങ്ങൾ, അദ്ദേഹം ഒരു കാർഷിക മേള, ആദ്യമായി ചങ്ങനാശ്ശേരിയിൽ നടത്തപ്പെട്ട ഒരു വലിയ കാർഷിക മേള, അത് വളരെയധികം പ്രസിദ്ധമായിരുന്നു. ധാരാളം വീടുകൾ വെച്ചു കൊടുക്കുന്നതിൽ, പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ, അതുപോലെ തന്നെ അവരെ ചെറിയ ചെറിയ തൊഴിലിലേക്കൊക്കെ നയിക്കുന്നതിൽ സഹായിക്കുക, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യ നിധി എന്ന് പറയുന്നത് 1972 മാർ ജോസഫ് പൗത്തിൽ പിതാവിൻ്റെ മെത്രാഭിഷേക സ്മാരകമായി സ്ഥാപിച്ചതാണ്. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു വരുന്നു. അദ്ദേഹം 32 കോടിയുടെ സഹായമാണ് അതുവഴി കൊടുത്തിരിക്കുന്നത്. അതായത് കളർ എ ഹോം, കളർ എ ഡ്രീം, പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം വായ്പയായി കൊടുക്കുകയാണ്. 14 കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് വീട് ഈ അതിരൂപതയിൽ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഈ ജീവകാരുണ്യ നിധി വഴിയായി അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല, അദ്ദേഹം ഇരിക്കുന്ന ഇടവുകളിലെല്ലാം ഒരു 3 വർഷം കൊണ്ട് അദ്ദേഹം ഒരു 30 അല്ല 40 വീടുകൾ അദ്ദേഹം വെച്ചു കൊടുക്കും. ഞാൻ ഇന്നലെ ചെത്തിപ്പുഴ ആശുപത്രിയിൽ ഒരു സ്ത്രീ കരഞ്ഞു നിൽക്കുന്നത് കണ്ടു. MICUവിൻ്റെ വാതിക്കൽ. ആ സ്ത്രീ ഒരു ജനപ്രതിനിധിയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ കരഞ്ഞു നിൽക്കുന്നത്? അച്ഛാ, 2018 ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. ഈ ഓണംകുളത്തച്ഛൻ കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അച്ഛൻ ഞങ്ങളെ ആത്മഹത്യയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ അദ്ദേഹവുമായി അടുക്കുന്നവർക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു വൈദികൻ. മാത്രമല്ല, വൈദികരുടെ ഒരു മോഡലായിരുന്നു, ഒരു മാതൃകയായിരുന്നു ഗ്രിഗരി അച്ഛൻ. അച്ഛനെ കണ്ടാണ് പലരും ഈ സാമൂഹ്യ രംഗത്തേക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നത് ഈ അച്ഛൻ്റെ മാതൃക കണ്ടുകൊണ്ടാണ് ഈ രംഗത്തേക്കൊക്കെ ഇറങ്ങുവാനായി സാധിച്ചത്. വൈദികരൊക്കെ പറയുന്നത് അദ്ദേഹം ഒരു നല്ല നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് ഇങ്ങനെയൊരു വൈദികരുടെ ഒരു ആഗ്രഹമാണ്. ആ ഒരു നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ആകസ്മികമായ മരണമൊക്കെ ഉണ്ടായത്. ഏതായാലും ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് ഇത് പറയുമ്പോഴും. ഈ അവസരത്തിൽ അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു.